ശാന്തി. 8-10-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബുദ്ധിയെ റിഫൈൻ ആക്കണമെങ്കിൽ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സ്വച്ഛമായി മാറുന്നത്. ചോദ്യം: വർത്തമാന സമയത്ത് മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ടൈമും മണിയും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉത്തരം: ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ എത്ര ധനവും മറ്റും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരം ഉപേക്ഷിച്ച് പോയി എന്നിരിക്കെ അതിന് ഒരു വാല്യൂവും അവശേഷിക്കുകയില്ല. അതിനാൽ അതിൻ്റെ പിന്നാലെ എന്തെല്ലാം ചെയ്യുന്നുവോ അതിൽ തൻ്റെ സമയവും ധനവും വേസ്റ്റ് ചെയ്യുകയാണ്. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹവും ഇങ്ങനെ പറയുന്നുവല്ലോ, പിതാവായാലും ദാദാ ആയാലും. ദാദായും പറയും, ആത്മീയ പിതാവ് കുട്ടികളായ നിങ്ങളെ ഈ നോളജ് കേൾപ്പിക്കുന്നു, പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും. വാസ്തവത്തിൽ സത്യുഗം മുതൽ ത്രേതായുടെ അന്തിമം വരെ എന്ത് സംഭവിച്ചു? ഇതാണ് മുഖ്യമായ കാര്യം. പിന്നെ ദ്വാപര കലിയുഗത്തിൽ ആരെല്ലാം വന്നു, എന്തുണ്ടായി? അതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വളരെയധികമുണ്ട്. സത്യത്രേതായുഗത്തിൻ്റെ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒന്നുമില്ല. മറ്റെല്ലാത്തിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ട്. പിന്നെ ദേവീ ദേവന്മാരെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇതാണ് പരിധിയില്ലാത്ത അറിവില്ലായ്മ. നിങ്ങളും പരിധിയില്ലാത്ത അറിവില്ലായ്മയിൽ ആയിരുന്നു. ഇപ്പോൾ അല്പാൽപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലരാണെങ്കിൽ ഇപ്പോഴും ഒന്നും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കേണ്ടവ വളരെയധികമുണ്ട്. ബാബ ആബുവിൻ്റെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തന്നു. ഇതിനെക്കുറിച്ചും ചിന്തിക്കണം. നിങ്ങളുടെ ബുദ്ധിയിൽ വരണം. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്മാരകമായ ദിൽവാല ക്ഷേത്രം എപ്പോൾ ഉണ്ടായി? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത്? 1250 വർഷമായി എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി എത്ര വർഷം അവശേഷിക്കുന്നു? 3750 വർഷം അവശേഷിക്കുന്നു. അപ്പോൾ അവരും ഇപ്പോഴുള്ളതിൻ്റെ സ്മാരകവും വൈകുണ്ഠത്തിൻ്റെ സ്മാരകവും ഉണ്ടാക്കിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ തമ്മിലും കോമ്പറ്റീഷൻ നടക്കുന്നുവല്ലോ. ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലതുണ്ടാക്കും. ഇപ്പോഴാണെങ്കിൽ ഉണ്ടാക്കാൻ തക്കവണ്ണം പൈസ എവിടെയാണുള്ളത്? പൈസ വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ സോമനാഥൻ്റെ എത്ര വലിയ ക്ഷേത്രം ഉണ്ടാക്കി. ഇപ്പോഴാണെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. ആഗ്രയിലും മറ്റും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതെല്ലാം ഉപയോഗശൂന്യമാണ്. മനുഷ്യർ അന്ധകാരത്തിലാണല്ലോ. ഉണ്ടാക്കുമ്പോഴേക്കും വിനാശവും വരും. ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. പൊളിക്കുകയും നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പൈസ വെറുതെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് എനർജി. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ എത്ര ടൈം പാഴാക്കുന്നു. നമ്മൾ യാതൊന്നും ചെയ്യുന്നില്ല. ആത്മാവ് പോയി. പിന്നെ തോൽ കൊണ്ട് എന്ത് പ്രയോജനം? സർപ്പം തോൽ ഉപേക്ഷിക്കുന്നു. അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഒന്നുമില്ല. ഭക്തിമാർഗത്തിൽ തോലിന് തന്നെയാണ് വാല്യൂ ഉള്ളത്. ജഡചിത്രത്തിൻ്റെ എത്ര പൂജ ചെയ്യുന്നു. പക്ഷേ ഇവർ എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ഒന്നും അറിയില്ല. ഇതിനെ ഭൂതപൂജ എന്ന് പറയുന്നു. 5 തത്വങ്ങളുടെ പൂജ ചെയ്യുന്നു. ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൽ രാജ്യം ഭരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കൂ. ശരി, 150 വയസ്സ് പൂർത്തിയായി. ശരീരം ഉപേക്ഷിച്ചു. കഴിഞ്ഞു. ശരീരം ഒരു ഉപയോഗവുമില്ലാത്തതായി. അതിന് അവിടെ എന്ത് വാല്യൂ ഉണ്ടായിരിക്കും? ആത്മാവ് പോയി ശരീരം ചണ്ടാളൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ ആചാരരീതി അനുസരിച്ച് കത്തിക്കും. അതിൻ്റെ മണ്ണെടുത്ത് ചാരമെടുത്ത്
വിതറുകയൊന്നുമില്ല. പേരുണ്ടാക്കുന്നതിനു വേണ്ടി ഒന്നും തന്നെയില്ല. ഇവിടെയാണെങ്കിൽ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. ബ്രാഹ്മണരെ കഴിപ്പിക്കുന്നു, മറ്റൊന്ന് ചെയ്യുന്നു. അവിടെ ഇതൊന്നുമില്ല. തോല് ഒരു ഉപയോഗവുമില്ലാത്തതാണ്. തോലിനെ കത്തിക്കുന്നു. പിന്നെ ചിത്രം അവശേഷിക്കുന്നു. അതും ആക്യുറേറ്റ് ചിത്രം ലഭിക്കുക സാധ്യമല്ല. ഈ ആദിദേവന്റെ കല്ലിൻ്റെ മൂർത്തി ആക്യുറേറ്റ് അല്ല. പൂജ എപ്പോൾ ആരംഭിച്ചു? അപ്പോഴുള്ള കല്ലുകൊണ്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാരാണോ അത് കത്തി ഇല്ലാതായല്ലോ. പിന്നെ ഭക്തിമാർഗത്തിൽ ഇത് വന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചും ചിന്ത നടക്കുന്നുവല്ലോ. ആബുവിൻ്റെ മഹിമ നല്ല രീതിയിൽ തെളിയിക്കണം. നിങ്ങളും ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ബാബ മുഴുവൻ വിശ്വത്തെയും നരകത്തിൽ നിന്നും സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന തീർത്ഥസ്ഥാനം. ഇപ്പോൾ ഇത്രയും ഭാവനയില്ല. കേവലം ഒരു ശിവനിൽ ഭാവനയുണ്ട്. എവിടെ പോയാലും ശിവന്റെ ക്ഷേത്രം തീർച്ചയായും ഉണ്ടാകും. അമർനാഥിലും ശിവന്റേത് തന്നെയാണ്. ശങ്കർ പാർവതിയെ കഥ കേൾപ്പിച്ചതായി പറയുന്നു. അവിടെയാണെങ്കിൽ കഥയുടെ കാര്യമേ ഇല്ല. മനുഷ്യർക്ക് യാതൊരു അറിവും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിവ് വന്നു കഴിഞ്ഞു. മുൻപ് അറിയാമായിരുന്നുവോ? ഇപ്പോൾ ബാബ ആബുവിൻ്റെ എത്ര മഹിമ ചെയ്യുന്നു. സർവ തീർത്ഥസ്ഥാനങ്ങളിലും വച്ച് ഏറ്റവും മഹത്തായ തീർത്ഥസ്ഥാനമാണ് ഇത്. ബാബ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ അനന്യരായ കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ദേഹാഭിമാനം വളരെയധികമുണ്ട്. വളരെയധികം ജ്ഞാനം ആവശ്യമാണ്. റിഫൈൻനെസ് വളരെയധികം വരേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആരുടെയെങ്കിലും യോഗം യോജിക്കുന്നത് പ്രയാസമാണ്. യോഗത്തോടൊപ്പം പിന്നെ നോളജും ആവശ്യമാണ്. കേവലം യോഗത്തിലിരിക്കണം എന്നല്ല, യോഗത്തിൽ നോളജ് തീർച്ചയായും വേണം. ഡൽഹിയിൽ ജ്ഞാന വിജ്ഞാന ഭവൻ എന്ന പേര് വച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മനസ്സിലാക്കുന്നില്ല. ജ്ഞാനവിജ്ഞാനം സെക്കൻഡിൻ്റേതാണ്. ശാന്തിധാമം, സുഖധാമം. പക്ഷേ മനുഷ്യരിൽ അല്പം പോലും ബുദ്ധിയില്ല. അർത്ഥം മനസ്സിലാക്കുന്നില്ല. ചിന്മയാനന്ദൻ തുടങ്ങി എത്ര വലിയ വലിയ സന്യാസിമാരും മറ്റുമുണ്ട്. ഗീത കേൾപ്പിക്കുന്നു. അവർക്ക് എത്ര അനേകം ഫോളോവേഴ്സ് ഉണ്ട്. ഏറ്റവും ഉയർന്ന ജഗത്തിൻ്റെ ഗുരു ഒരേ ഒരു ബാബയാണ്. പിതാവിനേക്കാളും ടീച്ചറിനേക്കാളും ഉയർന്നത് ഗുരുവാണ്. സ്ത്രീ ഒരിക്കലും രണ്ടാമതൊരു പതിയെ സ്വീകരിക്കുകയില്ല. അപ്പോൾ രണ്ടാമതൊരു ഗുരുവിനെയും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഗുരുവിനെ സ്വീകരിക്കുകയും അയാൾ തന്നെ സദ്ഗതി ഉണ്ടാക്കുകയും വേണം. പിന്നെ ഇനിയും ഗുരുക്കന്മാരെന്തിന്? സദ്ഗുരു ഒരേ ഒരു പരിധിയില്ലാത്ത പിതാവാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നവനാണ്. എന്നാൽ ധാരാളം പേർ ഈ കാര്യങ്ങൾ തീർത്തും മനസ്സിലാക്കുന്നതേയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇത് രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. ചിലർക്കാണെങ്കിൽ അല്പം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഡ്രാമയിൽ പാർട്ട് ഇങ്ങനെയാണ്. ടീച്ചറിന് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ശരീരത്തിലൂടെയാണോ മനസ്സിലാക്കിക്കുന്നത് അദ്ദേഹത്തിനും അറിയാൻ കഴിയുന്നുണ്ടാകും. ഇത് ശർക്കരയ്ക്കും അറിയാം, ശർക്കര ചാക്കിനും അറിയാം. ശർക്കര എന്ന് ശിവബാബയെ പറയുന്നു. ആ ഒന്ന് സർവരുടെയും അവസ്ഥയെ അറിയുന്നു. ഓരോരുത്തരുടെയും പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആര് എങ്ങനെ പഠിക്കുന്നു, എത്ര സർവീസ് ചെയ്യുന്നു, ബാബയുടെ സർവീസിൽ എത്രത്തോളം ജീവിതം സഫലമാക്കുന്നു. ഈ ബ്രഹ്മാവ് വീടും കുടുംബവും ഉപേക്ഷിച്ചു, അതിനാൽ ലക്ഷ്മി നാരായണനാകുന്നു എന്നല്ല, പ്രയത്നിക്കുന്നുണ്ടല്ലോ. ഈ നോളജ് വളരെ ഉയർന്നതാണ്. അഥവാ ആരെങ്കിലും ബാബയുടെ അവജ്ഞ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും കല്ലായി മാറുന്നു. ബാബ മനസ്സിലാക്കിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ദ്രസഭയാണ്. ശിവബാബ ജ്ഞാനമഴ പൊഴിക്കുന്നു. ആ ഒന്നിൻ്റെ അവജ്ഞ ചെയ്തുവെങ്കിൽ കല്ല് ബുദ്ധിയായി മാറിയതായി ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ബാബ എല്ലാവർക്കും എഴുതിക്കൊണ്ടിരിക്കുന്നു.
കൂടെ ആരെങ്കിലും സൂക്ഷിച്ചു കൊണ്ടുവരൂ. വികാരിയും അപവിത്രവുമായവർ ഇവിടെ വന്ന് ഇരിക്കുക എന്നത് പാടില്ല. അല്ലാത്ത പക്ഷം കൊണ്ടുവരുന്ന ബ്രാഹ്മണിയിൽ ദോഷമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടുവരാൻ പാടില്ല. വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. വളരെ ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. അപ്പോൾ ആ ഒന്നിൻ്റെ എത്ര റിഗാർഡ് വയ്ക്കേണ്ടതാണ്. വളരെ പേർക്ക് മിത്രസംബന്ധികളുടെയും മറ്റും ഓർമ്മ വരുന്നു. ബാബയുടെ ഓർമ്മയേയില്ല. അകമേ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് ആസുരീയ ലോകമാണ്. ഇപ്പോൾ ദേവതാ ലോകമാകുന്നു. നമ്മുടെ എയിം ഓബ്ജക്റ്റ് ഇതാണ്. ഈ ലക്ഷ്മി നാരായണൻ ആകണം. ഏതെല്ലാം ചിത്രമുണ്ടോ എല്ലാവരുടെയും ബയോഗ്രഫി നിങ്ങൾ അറിയുന്നുണ്ട്. മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി എത്ര പ്രയത്നിക്കുന്നു. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടാകും. ഇന്നയാൾ നല്ല ബുദ്ധിശാലിയാണ്, ഇന്നയാൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങളിൽ ആര് എത്ര ജ്ഞാനം എടുത്തുവോ അതനുസരിച്ച് തന്നെയാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമായ കാര്യം തന്നെ ഗീതയുടെ ഭഗവാന്റേതാണ്. സൂര്യവംശി ദേവീ ദേവന്മാരുടെ ഒരേ ഒരു ശാസ്ത്രമാണിത്. പ്രത്യേകം ഇല്ല. ബ്രാഹ്മണർക്ക് പ്രത്യേകം ഇല്ല. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ജ്ഞാനമാർഗത്തിൽ മുന്നോട്ട് പോകവേ അഥവാ വികാരത്തിൽ വീണുവെങ്കിൽ ജ്ഞാനം ഒഴിഞ്ഞു പോകും. വളരെ നല്ലവർ പോയി വികാരിയായി, അപ്പോൾ കല്ല് ബുദ്ധിയായി പോയി. ഇതിൽ വളരെയധികം വിവേകം ആവശ്യമാണ്. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നോ അത് അയവിറക്കണം. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സഹജമാണ്. ഏതെങ്കിലും ലൗകിക കാര്യവ്യവഹാരമോ കോലാഹലമോ ഒന്നുമില്ല. പുറത്ത് കഴിയുമ്പോൾ തൊഴിലിൻ്റെയും മറ്റും എത്ര ചിന്ത നിലനിൽക്കുന്നു. മായ നല്ലവണ്ണം കൊടുങ്കാറ്റും കൊണ്ടുവരുന്നു. ഇവിടെയാണെങ്കിൽ ഏകാന്തത നിലനിൽക്കുന്നു. ബാബ എന്നിരുന്നാലും കുട്ടികളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബാബയും പുരുഷാർത്ഥിയാണ്. പുരുഷാർത്ഥം ചെയ്യിക്കുന്നവൻ പിതാവാണ്. ഇതിൽ വിചാരസാഗരം മഥനം ചെയ്യേണ്ടി വരുന്നു. ഇവിടെയാണെങ്കിൽ ബാബ കുട്ടികളോടൊപ്പം ഇരിക്കുകയാണ്. ആരാണോ പൂർണ്ണമായും വിരൽ നൽകുന്നത് അവരെ തന്നെയാണ് സർവീസബിൾ എന്ന് പറയുന്നത്. പിന്നെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നവർ നഷ്ടമുണ്ടാക്കുന്നു, കൂടുതൽ ഡിസർവീസ് ചെയ്യുന്നു, വിഘ്നമിടുന്നു. മഹാരാജാവും മഹാറാണിയുമാകുമ്പോൾ അവർക്ക് ദാസദാസിമാരും വേണം എന്നത് അറിയുന്നുണ്ട്. അതും ഇവിടെ നിന്നും ഉള്ളവർ തന്നെയാണ് വരുന്നത്. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. ഈ ശരീരത്തെയും സന്തോഷത്തോടെ ഉപേക്ഷിക്കണം. ദുഃഖത്തിൻ്റെ കാര്യമില്ല. പുരുഷാർത്ഥത്തിനു വേണ്ടി ടൈം ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനം സെക്കൻഡിൻ്റേതാണ്. ബുദ്ധിയിലുണ്ട്. ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. അല്പമെങ്കിലും ജ്ഞാനം കേൾക്കുകയും ശിവ് ബാബയെ ഓർമ്മിക്കുകയും ചെയ്തു എങ്കിൽ പോലും വരാൻ സാധിക്കും. പ്രജകൾ ധാരാളം തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ സൂര്യവംശി ചന്ദ്രവംശി രാജധാനി ഇവിടെ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബയുടേതായ ശേഷം അഥവാ അപകീർത്തി ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഭാരം കയറുന്നു. പൂർണ്ണമായും പാതാളത്തിലേക്ക് പോകുന്നത് പോലെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ആര് തൻ്റെ പൂജ ഇരുന്ന് ചെയ്യിക്കുന്നുവോ അവരെ പൂജ്യർ എന്നെങ്ങനെ പറയാൻ സാധിക്കും? സർവരുടെയും സദ്ഗതി ദാതാവും മംഗളം ചെയ്യുന്നവനും ഒരേ ഒരു ബാബയാണ്. മനുഷ്യരാണെങ്കിൽ ശാന്തിയുടെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. ഹഠയോഗത്തിലൂടെ പ്രാണായാമവും മറ്റും ചെയ്യുന്നതിനെ തന്നെ ശാന്തിയായി വിചാരിക്കുന്നു. അതിലും വളരെയധികം പ്രയത്നമുണ്ടാകുന്നു. ചിലരുടെ ബ്രെയിൻ കേടായി പോകുന്നു. പ്രാപ്തി ഒന്നും തന്നെയില്ല. അത് അല്പകാലത്തെ ശാന്തിയാണ്. ഇതുപോലെ സുഖത്തിനെ അല്പകാലത്തെ കാക്കകാഷ്ടത്തിന് സമാനം എന്ന് പറയുന്നു. അതേപോലെ ആ ശാന്തിയും കാക്കകാഷ്ടത്തിന് സമാനമാണ്. അത് അല്പകാലത്തേക്കുള്ളത് തന്നെയാണ്.
ബാബയാണെങ്കിൽ 21 ജന്മത്തേക്കും നിങ്ങൾക്ക് സുഖവും ശാന്തിയും രണ്ടും നൽകുന്നു. ചിലരാണെങ്കിൽ ശാന്തിധാമത്തിൽ അവസാനം വരെയും ഇരിക്കുന്നുണ്ടാകും. ആ പാർട്ട് ആർക്കാണോ ഉള്ളത് അവർക്ക് ഇത്രയും സുഖം കാണാൻ സാധിക്കില്ല. അവിടെയും നമ്പർ അനുസരിച്ച് പദവി ഉണ്ടാകുമല്ലോ. ദാസദാസിമാർ ആയിരുന്നാലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണനെയും കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും വേറെ വേറെ കൊട്ടാരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. കാണുന്നതിന് ഒരു സമയമുണ്ടായിരിക്കും. ഇതുപോലെ നോക്കൂ, പോപ്പ് വരുമ്പോൾ അദ്ദേഹത്തെ ദർശിക്കുന്നതിന് വേണ്ടി എത്ര ആൾക്കാർ പോകുന്നു. ഇങ്ങനെ വളരെയധികം പ്രഭാവം ഉണ്ടായിരിക്കുന്ന ധാരാളം പേർ വരും. ലക്ഷക്കണക്കിന് മനുഷ്യർ ദർശനത്തിന് വേണ്ടി പോകും. ഇവിടെ ശിവബാബയുടെ ദർശനം എങ്ങനെ ഉണ്ടാകും? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഏറ്റവും ഉയർന്ന തീർത്ഥസ്ഥാനമാണ് എന്ന് ഇപ്പോൾ ലോകത്തിന് എങ്ങനെ അറിയാൻ കഴിയും? ദിൽവാല പോലെയുള്ള ക്ഷേത്രം ഒരുപക്ഷെ സമീപത്ത് ഉണ്ടായിരുന്നാലും അതും പോയി കാണേണ്ടതാണ് എങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവർക്ക് ജ്ഞാനം നൽകേണ്ട ഒരാവശ്യവുമില്ല. അവർ പിന്നെ നിങ്ങൾക്ക് ജ്ഞാനം നൽകാൻ തുടങ്ങും. ഇത് ചെയ്യണം എന്ന് നിർദ്ദേശം നൽകുന്നുവല്ലോ. ഇവരെ പഠിപ്പിക്കുന്നവൻ ആരാണ് എന്നത് അറിയുന്നില്ല. ഓരോരുത്തരെ മനസ്സിലാക്കിക്കുന്നതിൽ പ്രയത്നമുണ്ടാകുന്നു. അതിനെക്കുറിച്ച് കഥകളുമുണ്ട്. സിംഹം വന്നു എന്ന് പറയുമായിരുന്നു. നിങ്ങളും പറയുന്നു മൃത്യു വരാൻ പോകുന്നു. അപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ 40,000 വർഷം കിടക്കുകയാണ്, മൃത്യു എവിടെ നിന്നും വരാനാണ് എന്ന് വിചാരിക്കും. എന്നാൽ മൃത്യു തീർച്ചയായും വരേണ്ടതുണ്ട്. എല്ലാവരെയും കൊണ്ടുപോകും. അവിടെ യാതൊരു മാലിന്യവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയുള്ള പശുവും അവിടെയുള്ള പശുവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണൻ പശുക്കളെ മേയ്ക്കുമായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ അടുക്കൽ പാൽ ഹെലികോപ്റ്ററിൽ വരുന്നുണ്ടാകും. ഈ ചപ്പുചവറുകൾ ദൂരെയായിരിക്കും ഉണ്ടായിരിക്കുക. വീടിനു മുന്നിൽ മാലിന്യം ഉണ്ടായിരിക്കുകയില്ല. അവിടെയാണെങ്കിൽ അപാര സുഖമാണ്. അതിനുവേണ്ടി പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. എത്ര നല്ല നല്ല കുട്ടികൾ സെന്ററിൽ നിന്നും വരുന്നു. ബാബ കണ്ട് എത്ര സന്തോഷിക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് പുഷ്പങ്ങൾ വരുന്നു. ആരാണോ പുഷ്പങ്ങൾ അവർ സ്വയവും പുഷ്പമായി മനസ്സിലാക്കുന്നു. ഡൽഹിയിലും കുട്ടികൾ രാപകൽ എത്ര സർവീസ് ചെയ്യുന്നു. ജ്ഞാനവും എത്ര ഉയർന്നതാണ്. മുൻപ് ഒന്നും അറിയാമായിരുന്നില്ല. ഇപ്പോൾ എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു. ബാബയുടെ അടുക്കൽ എല്ലാ സമാചാരവും വരുന്നു. ചിലരുടേത് കേൾപ്പിക്കുന്നു, ചിലരുടേത് കേൾപ്പിക്കുന്നില്ല. കാരണം ധാരാളം ട്രേറ്ററുമുണ്ട്. വളരെ ഫസ്റ്റ് ക്ലാസ് ആയവരും ട്രേറ്ററായി മാറുന്നു. തേർഡ് ക്ലാസ്സും ട്രേറ്ററാണ്. അല്പം ജ്ഞാനം ലഭിച്ചുവെങ്കിൽ വിചാരിക്കുന്നു നമ്മൾ ശിവബാബയുടെയും ബാബയായി കഴിഞ്ഞു എന്ന്. ആരാണ് നോളജ് നൽകുന്നത് എന്ന തിരിച്ചറിവില്ല. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്ന ബാബയോട് വളരെയധികം റിഗാർഡ് വയ്ക്കണം. ബാബയുടെ സർവീസിൽ തൻ്റെ ജീവിതം സഫലമാക്കണം. പഠനത്തിൽ പരിപൂർണ ശ്രദ്ധ നൽകണം. ബാബയിൽ നിന്നും ഏതൊരു ജ്ഞാനം ലഭിക്കുന്നുവോ അതിന്മേൽ വിചാരസാഗര മഥനം ചെയ്യണം. ഒരിക്കലും വിഘ്നരൂപം ആകരുത്. ഡിസർവീസ് ചെയ്യരുത്. അഹങ്കാരത്തിൽ വരരുത്. വരദാനം: 4 സബ്ജക്റ്റിലും ബാബയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട മാർക്സ് നേടുന്ന ഹൃദയ സിംഹാസനസ്ഥരായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾ 4 സബ്ജക്റ്റിലും നല്ല മാർക്ക് നേടുന്നോ ആദ്യം മുതൽ അവസാനം വരെയും നല്ല നമ്പറിൽ പാസ്സാകുന്നുവോ
അവരെ തന്നെയാണ് പാസ് വിത്ത് ഓണർ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാർക്സ് കുറഞ്ഞുപോയി, പിന്നെ മേക്കപ്പ് ചെയ്തു. ഇങ്ങനെ ആകരുത്. എന്നാൽ എല്ലാ സബ്ജക്റ്റിലും ബാബയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് ഹൃദയ സിംഹാസനസ്ഥർ ആകുന്നത്. അതിനോടൊപ്പം ബ്രാഹ്മണ പരിവാരത്തിൽ സർവർക്കും പ്രിയപ്പെട്ടവരും സർവരുടെയും സഹയോഗി, സർവരുടെയും ബഹുമാനം പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഹൃദയ സിംഹാസനസ്ഥർ തന്നെയാണ് രാജ്യ സിംഹാസനസ്ഥർ ആകുന്നത്. സ്ലോഗൻ: ആരുടെ ഹൃദയത്തിൽ ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത് എന്ന അനാഹത ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുവോ അവരാണ് ഹൃദയം കവരുന്നവർ. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്. മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് നാല് ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ
ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്. സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാപ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ
ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു.
ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക്, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളായി നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം ആയിരിക്കുന്നു.